മത്സ്യത്തൊഴിലാളികളുടെ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്ന സമരസമിതിയും ഐക്യദാർഢ്യ സമിതികളുമായിട്ടൊക്കെ ആലോചിച്ചിരുന്നു. ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറയാനുള്ളത് 140 ദിവസമായി സമരം ചെയ്യാനുള്ള തൻ്റെ ഇടവും ചങ്കുറപ്പും മത്സ്യത്തൊഴിലാളികൾ കാണിച്ചു എന്നതാണ്. ഈ സമരത്തിലൂടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകവ്യാപകമായി ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച്, അത് പാരിസ്ഥിതിക ആഘാതങ്ങൾ, ജൈവ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, മത്സ്യസമ്പത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ, വിഴിഞ്ഞത്ത് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടാവസ്ഥ, ഈ തുറമുഖത്തിന് വടക്ക് ഭാഗത്ത് കോവളത്ത് ലോകം അറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രം അത് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം, പനത്തുറ മുതൽ വലിയ വേളി വരെ ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്ന ഭവന നഷ്ടങ്ങൾ, തീരശോഷണം, വീടുകളുടെ നഷ്ടം, തിരുവനന്തപുരം പട്ടണത്തിൽ സാധാരണ ആളുകൾക്ക് ഒന്ന് ആശ്വസിക്കാൻ നിലവിലുണ്ടായിരുന്ന ശംഖുമുഖം തീരത്തിന് വന്നിരിക്കുന്ന വലിയ നഷ്ടം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. സമരത്തോട് ഭരണാധികാരികളൊക്കെ പുറം തിരിഞ്ഞ് നിന്ന ഒരു അനുഭവമാണുള്ളത്. ഈ മത്സ്യത്തൊഴിലാളികളെ നിരുത്സാഹപ്പെടുത്താനായിട്ട്, അവരുടെ സമരത്തെ അടിച്ചൊതുക്കാനായിട്ട് പല നിഗൂഢമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലമായി തൽക്കാലം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 7 കാര്യങ്ങളിൽ ആദ്യത്തേത് വാടക നൽകാം. ഈ വാടക നൽകാൻ തന്നെ സർക്കാർ മുന്നോട്ട് വന്നത് സമരം ആരംഭിച്ചതിന് ശേഷമാണ്. 5500 രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റ് ചില ആളുകളിൽ നിന്നൊക്കെ ഫണ്ട് സമാഹരിച്ച് 2500 രൂപ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. ദിവസം കടലിൽ പോകാതിരുന്നാൽ അവരുടെ കുടുംബം എങ്ങനെ കൊല്ലും? അതുകൊണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകാൻ സാധിക്കാത്ത ദിവസങ്ങൾക്ക് അവർക്ക് മിനിമം വേതനം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒപ്പം മണ്ണെണ്ണ ഇന്ന് ഭീമമായ തുക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപയ്ക്കാണ് 1 ലിറ്റർ മണ്ണെണ്ണ നൽകുന്നത്. ആ മണ്ണെണ്ണയുടെ അളവും 300 ലിറ്ററാക്കി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ പരിഗണന ആവശ്യമാണെന്ന് പറഞ്ഞെങ്കിലും സർക്കാർ ഈ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന മണ്ണെണ്ണ എഞ്ചിനുകളുടെ അത് സാങ്കേതിക വിദ്യ മാറ്റിക്കൊണ്ട് അത് ഡീസലും പെട്രോളും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് മത്സ്യത്തൊഴിലാളികൾ കൂടെ ചർച്ച ചെയ്തിട്ട് വേണം അക്കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് അതൊരു മരണപ്പൊഴിയായിരിക്കുന്ന സാഹചര്യത്തിൽ പല തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നെങ്കിലും ഇപ്പോൾ അത് പഠിക്കാനും അത് ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കാനും സാങ്കേതിക വിദഗ്ധരുമായി സംസാരിക്കാനും മുതലപ്പുഴയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവിടെ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കാനായിട്ട് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം ഈ പറഞ്ഞിരിക്കുന്ന വിഴിഞ്ഞം വാണിജ്യ തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് ആഘാതങ്ങൾ പഠിക്കാൻ സർക്കാർ 4 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധികളെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനോട് അനുകൂലമായ തീരുമാനമല്ലെങ്കിലും ടേംസ് ഓഫ് റെഫറൻസ് നമ്മളുമായിട്ട് കൂടി ആലോചിച്ച് നിർവഹിക്കാമെന്നും സമയബന്ധിതമായി പഠനം നടത്താമെന്നും നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു മേൽനോട്ട സംസ്ഥാന സമിതിയെ തന്നെ രൂപീകരിക്കാമെന്നും ഈ വിഴിഞ്ഞം മത്സ്യബന്ധന അന്താരാഷ്ട്ര തുറമുഖത്തിന് തെക്ക് ഭാഗത്ത് ചാനൽ വരുമ്പോൾ എത്ര മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കും, ആ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനുള്ള നടപടിയും കൈക്കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ 7 ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഏകദേശം 7 കാര്യത്തിലും ഈ സമരത്തിന് ശേഷം വന്നിരിക്കുന്ന നിലപാടുകൾ തൽക്കാലം സ്വീകരിക്കുകയും ഒരു 1ാം ഘട്ടമെന്ന നിലയിൽ ഈ സമരം ഇവിടെ നിർത്തുകയാണ്. സമരം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നില്ല. കാരണം ഈ പോർട്ട് നിർമ്മാണം
നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് സൃഷ്ടിക്കാവുന്ന വലിയ ആഘാതങ്ങൾ ഈ സംസ്ഥാനത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വപ്പെട്ടുള്ള തീരുമാനം കൈക്കൊള്ളാനായിട്ട് അധികാരികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരിക്കലും ചരിത്രത്തിൽ ഒരു സമരവും എല്ലാ കാര്യങ്ങളും നേടി മടങ്ങുന്ന അവസ്ഥയല്ല. കർഷക തൊഴിലാളികൾ 1 വർഷം നീണ്ടുനിന്ന സമരം നടത്തി മുന്നോട്ട് പോകുമ്പോഴും 3 ബില്ലുകൾ പിൻവലിച്ചതേ ഉള്ളൂ. പക്ഷേ അതിനോടനുബന്ധിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന MSP മിനിമം സപ്പോർട്ട് പ്രൈസ്, അതാണ് ഇതിൻ്റെയൊക്കെ ഒരു കാതലായ ഭാഗം. അക്കാര്യത്തിലേക്ക് തീരുമാനമൊന്നും വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും കർഷകർ രംഗത്തേക്ക് വരികയാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന ജീവൻ വഴിമുട്ടുമ്പോൾ, നിലനിൽപ്പ് വഴിമുട്ടുമ്പോൾ, തൊഴിൽ വഴിമുട്ടുമ്പോൾ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വരും. അത് വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്തരം അവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളികളെ അയക്കാതെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ന്യായമാണെന്ന് പറയുന്നവർ അത് അന്തസ്സായി പരിഹരിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.